എല്ലാവർക്കും നമസ്കാരം. ആക്ച്വലി ഇന്ന് ഈ വീഡിയോ എന്ന് പറയുന്നത് ഒരു കാര്യമുള്ള വിഷയമൊന്നുമല്ല. നിങ്ങൾ താല്പര്യം മാത്രം കണ്ടാൽ മതി. കോണ്ടന്റ് രേഷ്മ പി തങ്കച്ചൻ, ഇതാണ് നമ്മുടെ ഇന്നത്തെ സബ്ജക്റ്റ്. ഇവരാണ് ടോപ്പിക്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, അവരുടെ പ്ലാറ്റ്ഫോമിൽ അല്ലെങ്കിൽ അവരുടെ ചാനലിൽ വരുന്ന സബ്ജക്റ്റ് നമ്മൾ എടുക്കാറില്ല, നമ്മൾ ചെയ്യാറുമില്ല. അതായത് അവരുടെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിൽ അവരിടുന്ന ടോപ്പിക്ക് നമ്മൾ സംസാരിക്കാറില്ല. കാരണം അത് അവരുടെ പ്ലാറ്റ്ഫോമാണ്, അവരുടെ പ്രൈവസിയാണ്. അവിടെ പോയിട്ട് കോണ്ടന്റ് എടുത്ത് വന്ന് വീഡിയോ ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. ഇത് പക്ഷേ രേഷ്മ പി തങ്കച്ചൻ ഒരു മൂവിയുടെ പൂജയ്ക്ക് പോയ സമയത്ത് സ്വാഭാവികമാണല്ലോ, മീഡിയക്കാർ അവരുടെ പുറകെ പോയിട്ടുണ്ടായിരുന്നു. അവർ ചോദിച്ച ചില ചോദ്യങ്ങളും നമ്മുടെ സോ കോൾഡ് സെലിബ്രിറ്റിയുടെ മറുപടി, അതിനകത്ത് കുറച്ച് കള്ളങ്ങൾ, അതാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. അല്ലെങ്കിൽ ആരൊക്കെയോ പറഞ്ഞത് കേട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ, താല്പര്യം മാത്രം കണ്ടാൽ മതി. കണ്ടിട്ട് പിന്നെ വന്ന് നിനക്കൊന്നും വേറെ പണിയില്ലടാ, അവരെങ്ങനെയെങ്കിലും ജീവിച്ചു പോട്ടെ, വിധവയല്ലടാ എന്നും പറഞ്ഞിട്ട് ആരും വന്നേക്കരുത്. ഞാൻ നല്ല മറുപടി തരും. കാര്യം ഇത്രയും നാളും പല ആൾക്കാർ, ഒരു ബിന്ദു, ഒരു കാർത്തിക്, അവർക്കൊന്നും വേറെ പണിയില്ലാത്തതുകൊണ്ട് അവർ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് മെഴുകാറുണ്ട്. ഞാൻ ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല, പക്ഷേ ഇനി അങ്ങോട്ട് ഞാനും തിരിച്ച് മറുപടി പറയാൻ തന്നെയാണ് തീരുമാനം. പറഞ്ഞിരിക്കും. നിങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്ന് മെഴുകുകയാണെങ്കിൽ നല്ലത് കേൾക്കും. പിന്നെ വന്നിട്ട് നിന്നിൽ നിന്ന് ഇത്രയും പ്രതീക്ഷിച്ചില്ല എന്നൊന്നും പറഞ്ഞ് വന്നേക്കരുത്. അപ്പോൾ നമുക്ക് ഓരോരോ വീഡിയോകളായിട്ട് കണ്ട് സംസാരിക്കാം. എന്താണ് പ്രശ്നം? ഞാൻ ആ ചാറ്റ് കണ്ടില്ല, അത് എൻ്റെ ആണെന്ന് പോലും എനിക്ക് ഡൗട്ടാണ്. എനിക്ക് ഓർമ്മ പോലും എന്താ സംഭവിച്ചത്. ഇങ്ങനത്തെ രേണു പറയുന്ന മീറ്റപ്പ് ആൾക്കാർ വേറെ രീതിയിൽ എടുക്കുന്നു. അത് എടുക്കട്ടെ, എടുക്കുന്നവരെടുക്കട്ടെ, അത് നല്ല കാര്യമല്ലേ, എടുക്കട്ടെ. അവരുടെ മനസ്സിൻ്റെ ഇത് അവരെടുക്കട്ടെ. എനിക്ക് അതുകൊണ്ടൊന്നും നഷ്ടപ്പെടാനില്ലല്ലോ. അപ്പോൾ രേഷ്മ പി തങ്കച്ചൻ പറയുന്നത്, ഈ ചാറ്റ് അവരുടെ ആണെന്ന് അവർക്കറിയത്തില്ല. അങ്ങനത്തെ ഒരു ചാറ്റ് ചെയ്തതായിട്ട് പോലും എനിക്ക് ഓർമ്മയില്ല. ഈ ചാറ്റ് നിങ്ങൾക്ക് മനസ്സിലായോ? നമുക്കതൊന്ന് കണ്ടു നോക്കാം. ഏതാണ് ചാറ്റ്? ദേ, ഞാൻ ഈ സാധനം നമ്മുടെ ഇതുവരെ ഒരു വീഡിയോയിൽ വെച്ചിട്ടുണ്ടായിരുന്നില്ല. വെക്കാത്തതിന് കാരണം അവരുടെ പേഴ്സണൽ കാര്യമാണ്. അവർ ചാറ്റ് ചെയ്യുമോ അല്ലെങ്കിൽ ആരുടെങ്കിലും കൂടെ പോവോ, ഇതൊന്നും നമ്മുടെ വിഷയമല്ല. പക്ഷേ വന്ന് നിന്നുകൊണ്ട് മെഴുകുന്നത്, കള്ളം ചെയ്തോ കുഴപ്പമില്ല, പക്ഷേ ഞാൻ കക്കുന്നില്ല എന്ന് പറഞ്ഞ് കള്ളം ചെയ്യരുത്, അത്രേ ഉള്ളൂ. അതും പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന്. ഞാൻ പറഞ്ഞു, അവരുടെ പ്രൊഫൈലിൽ ഇടുന്ന ഒരു സാധനവും നമ്മൾ സംസാരിക്കുന്നില്ല. പക്ഷേ ഇത് പുറത്തു വന്ന സാധനമാണ്. ഈ ചാറ്റ് ആയിക്കോട്ടെ പുറത്തു വന്നതാണ്. ഇവരിപ്പോൾ സംസാരിക്കുന്നത് പബ്ലിക് മീഡിയയിലാണ്. അതുകൊണ്ടാണ് നമ്മൾ എടുത്ത് വെച്ച് സംസാരിക്കുന്നത്. അപ്പോൾ കക്കുന്നില്ല എന്ന് പറഞ്ഞ് കക്കരുത്, അത്രേ ഉള്ളൂ. ഇതിനകത്ത് പ്രൊഫൈൽ കണ്ടല്ലോ, രേഷ്മ പി തങ്കച്ചൻ. പ്രൊഫൈൽ പിക്കൊക്കെ അവരുടെ തന്നെയാണ്. അതിൽ ഒരു കാലിൻ്റെ സ്റ്റോറി, ഇവരിട്ട കാലിൻ്റെ സ്റ്റോറിക്കാണ് ഈ ചാറ്റ് ചെയ്തയാൾ ഒരു സ്മൈലി ഇട്ടേക്കുന്നത്. സ്മൈലി, ഓക്കെ. അതിനവർ തിരിച്ചൊരു ഹാർട്ട് കൊടുത്തിട്ടുണ്ട്. എടോ, ഡയറക്റ്റ് മീറ്റിന് എത്രയാകും എന്ന് പറഞ്ഞില്ല, ഇതാണ് ചോദ്യം. പ്ലീസ് കോൺടാക്ട് മൈ മാനേജർ എന്ന് മറുപടിയും പറയുന്നുണ്ട്. ഓക്കെ. അത് കഴിഞ്ഞ് വീണ്ടും കാലിൻ്റെ സ്റ്റോറി. ഈ സ്റ്റോറി എന്ന് പറയുന്നത് രേഷ്മ പി തങ്കച്ചൻ്റെ അടുത്ത സ്റ്റോറി തന്നെയാണല്ലോ അല്ലേ? അതെന്തായാലും ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതിനാണ് അയാളുടെ റിപ്ലൈസ് പോകുന്നത്. ഇനി അടുത്തതെന്ന് പറയുന്നത് ഇവരുടെ ഒരു റീൽ. ആ റീൽ ഇവർ അങ്ങോട്ട് അയച്ചു കൊടുത്തതാണ്. തളർത്താൻ നോക്കുന്നവർക്ക് മുന്നിൽ തല ഉയർത്തി പൊരുതുന്ന പെൺകരുത്ത് രേണു സുധി എന്ന് പറഞ്ഞിട്ടുള്ളൊരു റീല് ഏതോ ഒരു ചാനലിൽ വന്നതാണ്. അത് അവരങ്ങോട്ട് അയച്ചു കൊടുക്കുന്നു. അവനിങ്ങോട്ട് വീണ്ടും കൊടുക്കുന്നു. ഞാൻ നാട്ടിൽ വരുന്നുണ്ട്, ഡയറക്റ്റ് മീറ്റ് ഓക്കെ ആണോ? വീണ്ടും അവൻ കൊടുക്കുന്നു. ആക്കാം എന്ന് മറുപടി പറയുന്നുണ്ട്. ഐ മീൻ UK നൗ, ഹൗ മച്ച് യു വിൽ സജസ്റ്റ്? ഇതാണ് ചോദ്യങ്ങളൊക്കെ. അപ്പോൾ ഈ സാധനം നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഇതാണ് പുറത്ത് വന്നത്. ഇത് പുറത്ത് വന്നതിനെയാണ്. ഇനി ഇതിനകത്തൊരു കാര്യം പറയട്ടെ, ഈ അങ്ങോട്ട് ചോദിച്ചവനും പുണ്യാളനാണെന്നൊന്നും ഞാൻ പറയുന്നില്ല, ഇത് അയച്ചു കൊടുത്തവൻ പുണ്യാളനാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. അവൻ എന്തുദ്ദേശിച്ചാണ് ഇത് ചോദിച്ചതെന്നോ അല്ലെങ്കിൽ ഇതിനകത്തൊരു കുൽസിത ഉണ്ടെന്നൊന്നും നമ്മൾ അവകാശപ്പെടുന്നില്ല. പക്ഷേ ഇത് എൻ്റെ ചാറ്റാണെന്ന് പോലും എനിക്ക് അറിയത്തില്ല, ഇത് ഞാൻ അയച്ചതാണെന്ന് എനിക്ക് ഓർമ്മയില്ല, ഇത് ആണെന്നൊക്കെ പറയുമ്പോൾ അത് കേട്ടുകൊണ്ടിരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഇനി ഇതിൻ്റെ തന്നെ ബാക്കി പോർഷൻ നമുക്ക് കണ്ടു നോക്കാം. ചാറ്റ് ആരാണ് പുറത്തു വിട്ടത്, അതിനെക്കുറിച്ച് അന്വേഷിച്ചായിരുന്നു? എനിക്ക് ഓർമ്മ പോലും ഇല്ല എന്താ സംഭവം. ഇനിയിപ്പോൾ ചാറ്റാണോ ഇനി വെച്ച് ചെയ്താണ്, ഞാനത് കണ്ടുമില്ല. ഇപ്പോൾ വൃത്തികേട് അല്ലെങ്കിൽ എന്താണ് അതിനകത്ത് ലൈംഗിക ചുവയെന്നൊന്നും എനിക്കറിയത്തില്ല. സോ അതാണ്, ഒരു മനുഷ്യനെ അടിച്ച് താഴ്ത്താവുന്ന സമയം വരുമ്പോൾ എല്ലാവരും ഒരുമിച്ച് അങ്ങ് അടിച്ച് താഴ്ത്തുന്നതാണ്. എന്തായാലും സപ്പോർട്ടാണ്. പ്ലീസ് കോൺടാക്ട് മൈ മാനേജർ എന്ന് ഒരു സെലിബ്രേറ്റ് ചെയ്യുന്ന നിലയ്ക്ക് എനിക്കത് പറയാൻ പറ്റില്ല. ഇപ്പോൾ എന്നെ നേരിട്ട്, ഞാൻ അതിന് മുന്നേ ലൈവിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് എന്നെ നേരിട്ട് കാണണം, ചായ കുടിക്കണം, നമുക്ക് എന്താ പറയുക, ചേച്ചി ഞങ്ങളുടെ ഡ്രൈവിന് വരും, ഓക്കെ, ഞാൻ സെലിബ്രേറ്റ് ചെയ്യണം, പ്ലീസ് കോൺടാക്ട് മൈ മാനേജർ. അതിനകത്ത് എന്താണ് വൃത്തികേട് അല്ലെങ്കിൽ എന്താണ് അതിനകത്ത് ലൈംഗിക ചുവയെന്നൊന്നും എനിക്കറിയത്തില്ല. ഓക്കെ. അപ്പോൾ സെലിബ്രിറ്റി പറഞ്ഞത് കോഫി കുടിക്കാൻ, ഷേക്ക് കുടിക്കാൻ, ചായ കുടിക്കാൻ, ഡ്രൈവിന്, ഇതിനൊക്കെ പോകാൻ വേണ്ടിയാണ് ഞാൻ ഉദ്ദേശിച്ചത്, വേറെ ഒന്നും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. ഇത് ഞാൻ ഈ പറയുന്ന ചാറ്റ് പുറത്ത് വന്ന സമയത്ത് തന്നെ ചിന്തിച്ചു, നരേഷൻ ഇങ്ങനെ വരും. കാരണം അതിന് അടുത്ത ദിവസം തന്നെ ഇവരുടെ ഒരു കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു, കോഫി പിന്നെ ഡ്രൈവ് അങ്ങനെ എന്തോ പറഞ്ഞിട്ട്, പ്രൊമോഷൻ, ഷൂട്ട്, ഇതിനൊക്കെ കോൺടാക്ട് മൈ മാനേജർ എന്ന് പറഞ്ഞിട്ട് കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ തന്നെ ഊഹിച്ചു ഇത് നരേഷൻ അങ്ങനെ വരുള്ളൂ എന്നുള്ളത്. പക്ഷേ ഇത് എവിടെ നിന്ന് കിട്ടി?
ഇത് ഈ പറഞ്ഞ സെയിം പോയിന്റ് ഞാൻ വേറൊരാൾ പറയുന്നത് കേട്ടായിരുന്നു. ഈ ചാറ്റൊക്കെ പുറത്തു വന്ന സമയത്ത് അദ്ദേഹം വീഡിയോ ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു പോയിന്റ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഒന്ന് കാണിച്ചു തരാം. അതും ഇതുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് നിങ്ങളൊന്ന് നോക്കണം. ഈടേത് തന്നെ എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ഇത് ഷെഫീന ബീവി പുറത്ത് വിട്ടിട്ടുണ്ടായിരുന്നത്. ആളെ മനസ്സിലായല്ലോ അല്ലേ? സീക്രട്ട് ഏജന്റ് സായി ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയുടെ ഒരു ചെറിയ പോർഷനാണ് ഇത്. ഇതിനകത്ത് സായി പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അതും ഇപ്പോൾ സെലിബ്രിറ്റി പറയുന്നതുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോന്ന് ഒന്ന് അറിയാൻ വേണ്ടി നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യൂ പറ്റുവാണെങ്കിൽ. അയ്യോ ഞാനൊരു കാര്യം പറയാൻ പറഞ്ഞേ, നിങ്ങൾ ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണെങ്കിലേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതോടൊപ്പം ആ ഹൈപ്പ് ഒന്ന് കൊടുത്ത് ആ കമൻറ്റ് ബോക്സിൽ എന്തെങ്കിലും ഒരു കമൻറ്റ്, നിങ്ങൾക്ക് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും കമൻറ്റ് ഉണ്ടെങ്കിൽ, താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം, ഒരു നിർബന്ധവും നിങ്ങൾക്ക് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ഒരു കമൻറ്റ് ചെയ്യുക. താല്പര്യമില്ലെങ്കിൽ ദയവ് ചെയ്ത് ഞാൻ അടുത്തൊരു വീഡിയോ ചെയ്യുന്നുണ്ട്, വളരെ ആനുകാലിക പ്രസക്തമായിട്ടൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. അത് കണ്ടിട്ട് നിങ്ങൾ അവിടെ ഒരു കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഇവിടെ വന്ന് നിങ്ങൾക്ക് താല്പര്യമില്ലാതെ ദയവ് ചെയ്ത് കണ്ട് നിങ്ങൾ വെറുതെ നിങ്ങളുടെ സമയം കളയണ്ട. ഞാൻ എന്തായാലും ചെയ്യുന്നത് എൻ്റെ സമയം കളയാൻ വേണ്ടിയാണെന്ന് വിചാരിച്ചോ. നിങ്ങൾ നിങ്ങളുടെ സമയം കളഞ്ഞ് കുത്തിയിരുന്ന് കാണണമെന്ന് ഒരു നിർബന്ധവും കാണാൻ ആളുള്ളതുകൊണ്ടാണ് ഈ വിഷയം ചെയ്യുന്നത് എന്ന് മാത്രം കണ്ടാൽ മതി. ഒരു നേരം പോക്ക് അത്രയും കണ്ടാൽ മതി, ബാക്കിയേക്കാം. ഇതിലിപ്പോൾ രേണുവിന് വളരെ ഈസി ആയിട്ട്, ഇത് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലമൊക്കെ അല്ലേ, രേണുവിന് വളരെ കൂളായിട്ട് വന്നിട്ട് വേണമെങ്കിൽ പറയാം, ഇത് എൻ്റെ ചാറ്റല്ല, ഇത് ക്രിയേറ്റ് ചെയ്ത ചാറ്റാണ്. ഓക്കെ, ഇല്ലെങ്കിൽ രേണുവിന് നാളെ പറയാം ഈ ചാറ്റ് ഞാൻ ചെയ്തത് തന്നെയാണ്, പക്ഷേ ഇതിലെവിടെയും ഒരു വൾഗർ ആസ്പെക്റ്റിൽ മീറ്റ് ചെയ്യാമെന്നോ കുൽസിത പരിപാടിക്ക് കാശ് മേടിച്ച് മീറ്റ് ചെയ്യുന്നൊരു സീനിലേക്കാണ് എന്നൊന്നുമല്ല. ഓക്കെ, ഞാൻ ഇന്ന് കണ്ട കുറച്ച് കമൻറ്റുകളോടെ വയ്ക്കാം. രേണു സുധീനെ കമൻറ്റ് ചെയ്തതാണ്. കാണാം, സംസാരിക്കാം, ചായ കുടിക്കാം, വർക്കിനെ കുറിച്ച് സംസാരിക്കാം. ഇങ്ങനത്തെ കുറച്ച് റിപ്ലൈസ് ഇന്ന് രേണു സുധിയുടെ ഭാഗത്തുനിന്ന് പോയി എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. അതുകൂടെ സൈഡിലുണ്ട്. അപ്പോൾ ഇതിന് രണ്ട് ആംഗിൾ പിടിക്കാം. ഒന്ന്, ഈ ചാറ്റ് തന്നെ നമുക്ക് സംശയിക്കാം. ഏത് രേണു സുധിക്ക് പറയാം ഇത് എൻ്റെ ചാറ്റല്ല, ഫേക്കായിട്ട് ക്രിയേറ്റ് ചെയ്തതാണ്, ഇത് രേണു ഇൻ്റലിജൻസ് വഴി ഫേക്കായി ക്രിയേറ്റ് ചെയ്തൊരു ഐറ്റമാണ്. അപ്പം അങ്ങനെയുള്ള ഓരോരുത്തർക്ക് ഇങ്ങനെ ലീക്ക് ആകുമ്പോൾ അവരുടെ ഇൻ്റലിജൻസ് ആണത്. അപ്പോൾ ഇതൊരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വെച്ച് ക്രിയേറ്റ് ചെയ്ത ചാറ്റായിരിക്കാം എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാം. അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു വേർഷൻ പറയാം. ഇല്ലെങ്കിൽ രേണുവിന് പറയാം ഇതിനകത്തൊരു വൾഗർ എലമെൻ്റ് എവിടെ ഇരിക്കുന്നു, ഇങ്ങനെ ചോദിക്കാം. ഓക്കെ, കാരണം മീറ്റ് ചെയ്യാൻ എത്രയാണ്, ഇത്രയേ ഉള്ളൂ. മീറ്റിന് എത്രയാണ്, അത് കാണാൻ എത്രയാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് രേണു സുധിക്ക് ഇതെന്ത് ചെയ്യാം, സൈഡ് ലൈൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ സായി പറയുന്നത് ഇങ്ങനെയാണ്. ഇതേ കാര്യം തന്നെ അല്ലേ സെലിബ്രിറ്റിയും പറയുന്നത്? അല്ലേ? സായി ഈ വീഡിയോ ചെയ്തത് 3 ദിവസം മുൻപാണ്. സെലിബ്രിറ്റി കുത്തിയിരുന്ന് ഈ വീഡിയോ കാണാറുണ്ട്. അതായത് സായിയുടെ പല വീഡിയോകളും ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന വീഡിയോ ആയതുകൊണ്ട് ഇവരത് സ്റ്റോറി വയ്ക്കാറുണ്ട്, സ്റ്റോറിയിൽ മെൻഷൻ ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർ ഈ വീഡിയോ കണ്ടിട്ടുണ്ട്. അപ്പോൾ സായി പറഞ്ഞ പോയിന്റ് മനസ്സിലാക്കി വെച്ചിട്ട് ഇവർ വന്ന് അടിച്ച അടിയാണിത്. ഇതിന് മുൻപും ഒരു വിഷയം വന്നപ്പോഴേക്കും ഇതുപോലെ സായി ഒരു വീഡിയോ ചെയ്ത സമയത്ത് സായി അതിനകത്ത് ആ എക്കോ സിസ്റ്റം, രേഷ്മ പി തങ്കച്ചൻ അല്ലെങ്കിൽ രേണു സുധി എന്ന് പറയുന്നൊരു എക്കോ സിസ്റ്റമാണ് എന്ന് സായി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവർ ഇതേ സെയിം സാധനം ഈ അമ്മ ഗ്ലോബൽ ടി വി എന്ന് പറഞ്ഞ ചാനലുണ്ടല്ലോ, ദുബായിലുള്ള റാസൽ ഖൈമയിലുള്ള, മറ്റേ ആ ഒരു അയാൾ വന്ന് ചോദ്യങ്ങൾ ചോദിക്കുന്നത്, അയാളോട് പറയുന്ന മറുപടി രേണു സുധി എന്ന് പറഞ്ഞ ഇപ്പോൾ ഒരു എക്കോ സിസ്റ്റമാണ്, സീക്രട്ട് ഏജൻറ്റ് പറഞ്ഞ പോലെ. അതായത് രേണു സുധി കണ്ടന്റ് കൊടുക്കുന്നു, വ്ളോഗേഴ്സ് അടുത്ത് ചെയ്യുന്നു, വ്ളോഗേഴ്സിന് കാശ് കിട്ടുന്നു, രേണു സുധിക്ക് റീച്ച് കിട്ടുന്നു. ഇതിങ്ങനെ ഒരു സൈക്കിൾ പോലെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. അപ്പോൾ അതൊരു എക്കോ സിസ്റ്റം ആണെന്ന് സായി പറഞ്ഞ കാര്യം അതുപോലെ എടുത്ത് സംസാരിച്ച വ്യക്തിയാണ് രേഷ്മ പി തങ്കച്ചൻ. ഇവിടെയും സായി എന്താണോ പറഞ്ഞത് ഒരു പോയിന്റ് പോലും, ഒരു നെല്ലിട വ്യത്യാസമില്ലാതെയാണ് ഇവർ മീഡിയയുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. ക്രിയേറ്റഡ് ചാറ്റ് ആയിരിക്കും അത്. ഞാൻ ചെയ്തതായിട്ട് എനിക്ക് ഓർമ്മയില്ല. അത് ഓർമ്മയുണ്ടാവില്ല, കാരണം ഒരുപാട് പേരോട് സംസാരിക്കുന്നതല്ലേ. ഇൻസ്റ്റാഗ്രാമിൽ ഈ സബ്സ്ക്രിപ്ഷൻ ചെയ്ത ആൾക്കാരോട് ഒരുപാട് പേരോട് കുട്ടാന്നും മോനെന്നും തക്കുടു എന്നൊക്കെ വിളിച്ച് സംസാരിക്കുന്നതല്ലേ. അതുകൊണ്ട് ഒരു പക്ഷേ ഓർമ്മയുണ്ടാവില്ല. മുൻപൊരിക്കൽ ഞാൻ ഒരു എണ്ണയുടെ കാര്യം പറഞ്ഞിട്ടായിരുന്നു. വലിയ ചന്ദനാദി ബെസ്റ്റാണ് ഓർമ്മശക്തിക്ക്. അപ്പോൾ അത് വാങ്ങിച്ച് പുരട്ടുന്നത് നല്ലതായിരിക്കും, ഓർമ്മശക്തി ഉണ്ടാവും. ഇതുപോലെ വന്ന് നിന്ന് മെഴുകേണ്ടി വരില്ല. ഈ ചെയ്ത കാര്യം ചെയ്തു എന്ന് പറയാൻ എന്താ ബുദ്ധിമുട്ട്? നിങ്ങളുടെ ചാറ്റാണെന്ന് നിങ്ങൾക്കും അറിയാം, കാണുന്നവർക്കും അറിയാം. കാരണം നിങ്ങളുടെ സ്റ്റോറി, നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിൽ ഇട്ട സ്റ്റോറിക്കാണ് അവൻ മെൻഷൻ ചെയ്തേക്കുന്നത്, വല്ലവരുടെ സ്റ്റോറിക്കല്ല. ആ സ്റ്റോറിക്ക്, അതും സബ്സ്ക്രിപ്ഷനിലിട്ട സ്റ്റോറി. പുറത്ത് ഇത്തരം സ്റ്റോറീസ് കണ്ടിട്ടില്ല, ഈ കാല് കാണിക്കുന്ന സ്റ്റോറീസ് ഒന്നും പുറത്ത് കണ്ടിട്ടില്ല. സബ്സ്ക്രിപ്ഷനിലിട്ട സ്റ്റോറി ആയിരിക്കും, അതിനകത്താണ് മെൻഷൻ ചെയ്തേക്കുന്നത്. അതെങ്ങനെയാണ് പ്രിയപ്പെട്ട സെലിബ്രിറ്റി AI ക്രിയേറ്റ് ചെയ്യുന്നത്? എനിക്കതറിയില്ല കേട്ടോ. അത്രയും ഇൻ്റലിജൻസ് എനിക്കില്ല, അതുകൊണ്ടാണ് അറിയാത്തത്. നിങ്ങൾക്ക് ആ ഇൻ്റലിജൻസ് ഉള്ളതുകൊണ്ടാണ് നിങ്ങൾ പെട്ടെന്ന് അത് മനസ്സിലാക്കി കളഞ്ഞത്. AI ആയിരിക്കും എന്ന് പറഞ്ഞത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കട്ടോളൂ, ഒരു പ്രശ്നമില്ല. ഞാൻ കക്കുന്നില്ല എന്ന് പറഞ്ഞ് കക്കരുത്. പല ആൾക്കാരും ഇവരുടെ വിഷയം എടുക്കുമ്പോൾ ചോദിക്കാറുണ്ട്, ഇവള് മാത്രമാണോ ആദ്യമായിട്ട് സബ്സ്ക്രിപ്ഷൻ എടുത്തത്? ഇവള് മാത്രമാണോ ആദ്യമായിട്ട് ഈ തുണി പറിച്ച് കാണിക്കുന്നത്? വേറെ ആൾക്കാർ ചെയ്യുന്നില്ലേ?
അവരൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാണ് ചെയ്യുന്നത്. ഇത് പക്ഷേ ഞാൻ ഒന്നും ചെയ്യുന്നില്ല, ഞാൻ ഭയങ്കര നീറ്റാണ്, ഞാൻ പതിവ്രതയാണ്, ഞാൻ ഇങ്ങനെ അനാവശ്യമായിട്ടൊന്നും പോകാറില്ല, വളരെ വ്യക്തമായിട്ട് ഇവർ പറയുന്നില്ലേ? അതിനകത്ത് എന്ത് വൾഗാരിറ്റിയാണ് ഉള്ളത്? ചാറ്റിനകത്ത് വൾഗാരിറ്റി. ഞാൻ ചോദിക്കട്ടെ, ഏത് സെലിബ്രിറ്റിയാണ് പൈസ മേടിച്ചിട്ട് മീറ്റപ്പിന് പോകുന്നത്? എനിക്കറിയില്ല കേട്ടോ, സീരിയസ്ലി എനിക്കറിയത്തില്ല. സെലിബ്രിറ്റി ഇമേജ് ഉള്ള ഏത് നടിയാണ്, ഇപ്പോൾ ഇവർ നടിയാണെന്നാണല്ലോ സ്വയം പറയുന്നത്, ആയിക്കോട്ടെ, ഏത് നടിയാണ് പൈസ മേടിച്ചിട്ട് കോഫി കുടിക്കാൻ പോകുന്നത്, പൈസ മേടിച്ചിട്ട് ഈ പറയുന്ന പോലെ റൈഡിന് പോകുന്നത്? അതും പരിചയമില്ലാത്ത ഒരാളോട്. ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെടുന്ന ആൾക്കാരെന്ന് പറയുന്നത് നമുക്ക് ഊഹിക്കാം ഏത് ലെവലുള്ള ആൾക്കാരാണ്, പ്രത്യേകിച്ച് സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ട് അത് കണ്ടിട്ട് അവിടെ പരിചയപ്പെടുന്ന ആൾക്കാർ, അവരുടെ കാറ്റഗറി, അവരുടെ ക്യാരക്ടർ നമുക്ക് ഊഹിക്കാം. അപ്പം അങ്ങനെയുള്ള ആൾക്കാരോട് പൈസ മേടിച്ചിട്ട് ഇത്തരം പരിപാടി പറയുന്ന കോഫി കുടിക്കാനും ഷെയ്ക്ക് കുടിക്കാൻ, ആ ഷെയ്ക്ക് കുടിക്കാൻ എന്നൊക്കെ പറയുമ്പോൾ സെലിബ്രിറ്റിയുടെ ഒരു നാണം കാണണം. ആ ഷെയ്ക്ക് എന്നൊക്കെ പറഞ്ഞ വാക്ക് പറഞ്ഞപ്പോൾ അപ്പം ഇങ്ങനെ പോകുന്ന വേറെ ആരെങ്കിലും എനിക്കൊന്ന് കാണിച്ചു തരും. നിങ്ങൾക്കറിയെങ്കിലും എൻ്റെ വീഡിയോ കാണുന്ന, ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ പോകുന്ന സെലിബ്രിറ്റീസിന് അറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞു തരുമോ? പൈസ മേടിച്ചിട്ട് ഇത്തരം പരിപാടികൾക്ക് പോകുന്നത്. ബൈക്ക് റൈഡിന് പോകാം. എൻ്റെ ഒരു കൂട്ടുകാരന് ആഗ്രഹമുണ്ട് ഈ പറഞ്ഞ സെലിബ്രിറ്റി ആയിട്ട് ബൈക്ക് റൈഡിന് പോകാൻ. സെലിബ്രിറ്റി റെഡിയാണോ? ആ ചോദിക്കുകയാണ്, നിങ്ങൾ റെഡിയാണോ? ബൈക്ക് റൈഡിന് പോകണം, കോഫി കുടിക്കണം, നിങ്ങൾ റെഡിയാണോ? അത് മാനേജറോട് ചോദിക്കാൻ പറയുമല്ലോ അല്ലേ? ഈ മാനേജറാണ് ശരിക്കും പറഞ്ഞാൽ ഇവരെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നത് എനിക്ക് തോന്നുന്നുണ്ട്. എന്ത് കാര്യം പറഞ്ഞാൽ മാനേജറോട് ചോദിക്കും. ഈ മാനേജറെ കണ്ടു കഴിഞ്ഞാൽ ഇവരുടെ മാനേജർ ആവേണ്ട യാതൊരു ആവശ്യവർക്കില്ല. എന്തെങ്കിലും ആയിക്കൊണ്ട് പോട്ടെ. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഈ പറയുന്ന വ്യക്തിയുടെ റീലും കാര്യങ്ങളൊന്നും അധികം ഒന്നും വരുന്നുണ്ടായിരുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഇവർക്ക് എന്തെങ്കിലും വർക്കുകളോ അല്ലെങ്കിൽ ഇനാഗുറേഷൻസോ ഈ പറയുന്ന പൂജകൾ പോലത്തെ സംഭവങ്ങൾ വന്നാൽ മാത്രമേ ഇവരുടെ വീഡിയോകൾ പുറത്തേക്ക് വരാറുള്ളൂ. മുൻപ് എന്ന് പറഞ്ഞാൽ വീടിനകത്ത് ഫുൾ ടൈം മീഡിയക്കാരന്മാരുണ്ടായിരുന്നു. ഇപ്പോൾ വീടിനകത്തില്ലാന്ന് തോന്നുന്നു, എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല. പക്ഷേ പുറത്തിറങ്ങുമ്പോഴേക്കും ഇവർ പുറകെ കൂടുന്നുണ്ട്. എന്നിട്ട് പറയുന്നത് ഞാൻ ആരെയും വിളിച്ചു വരുത്തുന്നതല്ല, എല്ലാം ആ വർക്കിൻ്റെ ഡയറക്ടേഴ്സ് വിളിക്കുന്നതാണ്. ഈ പൂജയിൽ ആകെ ഞാൻ കണ്ട ബൈറ്റുകൾ എന്ന് പറയുന്നത് ഇവരുടെയും കുളപ്പുള്ളി ലീല ആൻറ്റിയുടെ അവരുടെ 1-2 ബൈറ്റുകൾ മാത്രം കണ്ടു. അവരുടെ എന്തോ വിഷമങ്ങൾ പറയുന്നൊരു ബൈറ്റ് കണ്ടു. അതല്ലാതെ ബാക്കി ഫുൾ ബൈറ്റ്സും ഇവരുടെ ബൈറ്റ്സ് തന്നെയാണ് കൂടുതലും. ഓക്കെ, അവിടെ വേറെ വന്ന ആൾക്കാരൊന്നും ബൈറ്റ് എടുക്കുന്നത് കണ്ടിട്ടില്ല. അവിടെ ആരൊക്കെ ഉണ്ടായിരുന്നു? കൃഷ്ണചന്ദ്രനോ അങ്ങനെ ചേട്ടനുണ്ടായിരുന്നു, ആളുടെ പേര് അങ്ങനെയാണെന്ന് തോന്നുന്നു. പഴയ ഒരു വില്ലൻ ക്യാരക്ടർ ചെയ്യുന്ന ആളുണ്ടായിരുന്നു. ജോമോൻ ഉണ്ടായിരുന്നു. ഇവരുടെ ഒന്നും ബൈറ്റ് നമ്മൾ കണ്ടില്ല. പക്ഷെ സെലിബ്രിറ്റിയുടെ ബൈറ്റ് ഉണ്ടായിരുന്നു. സെലിബ്രിറ്റി അല്ലേ, എന്ത് ചെയ്യാൻ പറ്റും? എടുക്കാതിരിക്കാൻ പറ്റുമോ? എടുക്കാതെ വിടാൻ പറ്റുമോ? പറ്റത്തില്ല. ഒരുപാട് സെൻസേഷണൽ ടോപ്പിക്ക് കൈകാര്യം ചെയ്ത ആളല്ലേ, അപ്പോൾ അവരുടെ ബൈറ്റിൽ എടുക്കാതിരിക്കാൻ പറ്റത്തില്ല. ഇതാണ് സെലിബ്രിറ്റിയുടെ ഈ വിഷയത്തിൽ നമ്മൾ കണ്ട മെഴുകൽ. ഇനി നമുക്ക് കിച്ചു ഇവരുടെ വീട്ടിൽ പോയതുമായിട്ട് ബന്ധപ്പെട്ട് ഇവരൊരു കാര്യം പറയുന്നുണ്ട്. നമുക്ക് അതുകൂടെ കണ്ടിട്ട് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അമ്മ ഞാൻ നമ്പർ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലാകും, നമ്പർ സേവ് ഇടാം, വാട്സപ്പിൽ മാത്രം സേവ് ചെയ്യാം. നമ്പർ സേവ് ചെയ്തിട്ടില്ല, കിച്ചുവിൻ്റെ നമ്പർ സേവ് ചെയ്തിട്ടില്ല. അത്രയ്ക്കൊണ്ടും പുത്രസ്നേഹം. സ്വന്തം മകനാണെന്ന് പറയുന്ന കുട്ടിയുടെ നമ്പർ സേവ് ചെയ്തിട്ടില്ല. സംഭവിക്കാം, മനസ്സിനകത്താണ് നമ്പർ ഉണ്ടതൊക്കെ നമ്മുടെ അങ്ങനെ ന്യായീകരിക്കാം. പക്ഷേ സേവ് ചെയ്യാത്ത നമ്പർ എങ്ങനെയാണ് വാട്സപ്പിൽ കാണാൻ പറ്റുന്നത്? ആ ഗുട്ടൻസ് എനിക്ക് മനസ്സിലായില്ല. നമ്മുടെയൊക്കെ ഫോണിൽ, നമ്മളൊക്കെ സാധാരണ ആൾക്കാരായതുകൊണ്ടായിരിക്കാം, നമ്മുടെയൊക്കെ ഫോണിൽ ഒരാളുടെ പേര് സേവ് ചെയ്താൽ മാത്രമേ വാട്സപ്പിൽ ആ പേര് കാണിക്കത്തുള്ളൂ അല്ലേ? നിങ്ങൾക്ക് അങ്ങനെയല്ലേ? അതോ നിങ്ങളുടെയൊക്കെ ഫോണിൽ സേവ് ചെയ്യാതെയും വാട്സപ്പിൽ പേര് കാണിക്കുമോ? ഇവരുടെ സെലിബ്രിറ്റിയുടെ ആയതുകൊണ്ട് ചിലപ്പം പറയാൻ പറ്റില്ല. AI ഫോണൊക്കെ ആണല്ലോ, അതിനകത്ത് നോക്കുമ്പോൾ തന്നെ ചിലപ്പം പേരൊക്കെ കാണും വാട്സപ്പിൽ, അല്ലാണ്ട് കോൺടാക്റ്റിൽ ചിലപ്പോൾ പേരുണ്ടാവണമെന്നില്ല. സെലിബ്രിറ്റി ആയതുകൊണ്ട് അങ്ങനെയായിരിക്കും അല്ലേ? അറിയില്ല എന്താ സംഭവിച്ചെന്ന് അറിയത്തില്ല. പക്ഷെ നമ്മുടെയൊക്കെ ഫോണിൽ അങ്ങനെയല്ല. നമ്മുടെയൊക്കെ ഫോണിൽ സേവ് ചെയ്താൽ മാത്രമേ പേര് കാണാൻ പറ്റത്തുള്ളൂ. നിങ്ങളുടെ ഫോണിലും അങ്ങനെയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അല്ലെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. എൻ്റെ ഫോണിൽ അങ്ങനെയല്ല. എൻ്റെ ഫോണിൽ സേവ് ചെയ്തില്ലെങ്കിലും വാട്സപ്പിൽ പേര് കാണും എന്നാണെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്ത് കേട്ടോ ആ ഒരു കാര്യം. ബാക്കി കേൾക്കാം. എന്താ വെച്ചു അമ്മ, ഞാൻ കുഞ്ഞിനെ കൊണ്ട് പുറത്ത് പോയിക്കോട്ടെ, നമ്മൾ പോയിക്കോ, നിൻ്റെ അനിയനെ കൊണ്ടുപോകും, സേഫായിട്ട് കൊണ്ടുപോയി കൊണ്ടുപോകും. അമ്മ എപ്പോഴാണ് വരിക? ഞാനിവിടെ ഒരു പ്രമോഷൻ ഭാഗമായിട്ട് നിൽക്കും, വരാം, ഉച്ചകഴിഞ്ഞ് വരാം. ഓക്കെ അമ്മ. പപ്പായോട് ചോദിച്ചപ്പോൾ അമ്മയോട് ചോദിക്കാൻ പറ്റും, അപ്പനോട് അപ്പം പറഞ്ഞു. അപ്പം ഞാൻ പപ്പായെ വിളിച്ചോളാം, അപ്പം അവനെ വിട്ടു. അങ്ങനെ അവൻ ഒരുങ്ങി നിൽക്കുമായിരുന്നു എന്നെ കൊണ്ടുവരാൻ വേണ്ടി. അതാണ് പപ്പ ആദ്യം മടിച്ചത്. വേറൊന്നും കൊണ്ടുവരുന്നത്. രേണുവിനോട് പെർമിഷൻ ചോദിച്ചപ്പോൾ രേണു അപ്പം തന്നെ അക്സെപ്റ്റ് ചെയ്തു. ഞാൻ ഫോട്ടോ എടുത്ത് ആലോ എന്നെ വിളിച്ചു, അമ്മ അങ്ങനെ എന്നെ വിളിച്ചു, കൊണ്ടുപോകാം. ശരി ശരി. അവൻ ഗുരുത്വമുള്ളവനായതുകൊണ്ട് അവൻ അമ്മ എന്ന് വിളിച്ചാൽ സംസാരിച്ചു. അത് അവൻ ആ വീഡിയോ പറയുന്നുണ്ട്, ഞാൻ അമ്മ എന്ന് വിളിച്ചു, അപ്പോൾ അമ്മ കൊണ്ടുപോയിക്കൊള്ളാൻ പറഞ്ഞു. പക്ഷേ വീട്ടിൽ ചെന്നപ്പം പപ്പ പറഞ്ഞ എന്താണ്, കണ്ടല്ലോ ഇനി മതി പൊക്കോ എന്നാണ് ആദ്യം പറഞ്ഞത്. പക്ഷെ അവൻ ആ കൊച്ചിനെ കൊണ്ട് പുറത്ത് പോയേ പറ്റൂ. അതുകൊണ്ട് അവൻ സെലിബ്രിറ്റിയെ വിളിച്ച് സംസാരിച്ചു. ഓക്കെ, ഈ പറയുന്ന പോലെ അല്ലെന്നാണ് കിച്ചു ആ വീഡിയോക്കകത്ത് പറഞ്ഞിരിക്കുന്നത്. പപ്പ ആദ്യം കണ്ടില്ലേ ഇനി വേണ്ട എന്നൊക്കെ പറഞ്ഞു സംസാരിച്ചു. അത് പിന്നെ സെലിബ്രിറ്റി എങ്ങനെയാണ് ന്യായീകരിക്കുന്നത്? എന്നെ കൂട്ടാൻ വേണ്ടി വരാൻ നിന്നത് കൊണ്ടാണ് പപ്പ അങ്ങനെ പറഞ്ഞത്. എന്തെങ്കിലും ആവട്ടെ, അവരുടെ കുടുംബകാര്യം നമ്മുടെ വിഷയമല്ല. പക്ഷേ സ്വന്തം മകനാണെന്ന് പറയുന്ന കുട്ടിയുടെ നമ്പർ സേവ് ചെയ്തിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ എന്തെങ്കിലുമൊക്കെ ആവട്ടെ. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ വീണ്ടും ഞാനൊന്ന് പറയുന്നു, കക്കുന്നില്ല എന്ന് പറഞ്ഞ് കക്കരുത്. നിങ്ങൾ കട്ടോ, നിങ്ങൾ എന്ത് വേണേലും കാണിച്ചു, പക്ഷേ മീഡിയയുടെ മുമ്പിൽ വന്നിട്ട് ഈ പതിവ്രത ചമയരുത്. കണ്ട് ആൾക്കാർ മടുത്ത് വെറുത്ത്
സീരിയസ്ലി അത്രമാത്രം അധപ്പതിച്ചു പോയി. ഒരു വ്യക്തി എത്രമാത്രം അധപ്പതിക്കാമോ അത്രമാത്രം നിങ്ങൾ അധപ്പതിച്ച് കഴിഞ്ഞു. ഇനിയും നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ നടന്ന് മെഴുകുന്നത്? നിങ്ങളുടെ ചാറ്റാണ് എന്ന് നിങ്ങൾക്കറിയാം, ആ ചാറ്റ് ചെയ്തവനറിയാം, ഇത് കാണുന്നവർക്ക് മനസ്സിലാവും. പിന്നെയും വന്നത് എൻ്റെതാണെന്ന് എനിക്ക് അറിയില്ല, ഞാൻ ഓർക്കുന്നു പോലുമില്ല. സമ്മതിക്കണം എൻ്റെ പൊന്നോ, ഇമാതിരി മെഴുകൽ ജീവിതത്തിൽ വേറെ ആർക്കും ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വേറെ ആർക്കെങ്കിലും ചെയ്യേണ്ടി വരില്ല. സീരിയസ്ലി പറയുവാണെങ്കിൽ ആ കൊല്ലം സുധി എന്ന് പറഞ്ഞ മനുഷ്യൻ, ആ മനുഷ്യൻ ഈ ആത്മാവ് എന്നൊക്കെ പറയുന്നൊരു സാധനം ഉണ്ടെങ്കിൽ ആ മനുഷ്യൻ അവിടെ ഇരുന്ന് നെഞ്ച് പൊട്ടി കരയുമായിരിക്കും. എനിക്ക് ഇവിടെയെങ്കിലും ഒന്ന് സമാധാനം എന്താണെന്ന് പറഞ്ഞിട്ട് ഇത്രമാത്രം ആ മനുഷ്യൻ്റെ പേരിനെ വലിച്ചു കീറി നാണം കെടുത്തി അങ്ങ് അറ്റമാക്കിയിട്ടുണ്ട്. ഒരു മനുഷ്യനും ജീവിതത്തിൽ എനിക്കറിയുന്നൊരു അങ്കിൾ മരിച്ചു പോയിട്ട് ഒരു 2-3 വർഷമായി. അദ്ദേഹം മരിച്ചു ഒരു 15 ദിവസം അദ്ദേഹത്തിൻ്റെ മൃതശരീരം മോർച്ചറിയിൽ സൂക്ഷിക്കേണ്ടി വന്നു. വേറെ ഏറ്റെടുക്കാൻ ആരും ഇല്ലാതെ വന്നപ്പോഴേക്കും ഞങ്ങളുടെ അസോസിയേഷനാണ് പോയി ഏറ്റെടുത്തത്. അപ്പോഴും ഞങ്ങൾ ചിന്തിച്ചൊരു കാര്യമുണ്ട്, ആ മനുഷ്യൻ മുൻപ് എന്തോ ചെയ്ത പാപത്തിൻ്റെ ഫലമാണ് ഈ 15 ദിവസം, അതായത് മരിച്ചു പോയിട്ടും അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു ഐസ് പെട്ടിക്കകത്ത് കിടക്കേണ്ടി വന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് അതുക്കും മേലെയാണ്. 2-2.5 വർഷമായിട്ട് ആ മനുഷ്യൻ്റെ പേര് ഇത്രമാത്രം മോശപ്പെടുത്തിയ വേറൊരു വ്യക്തി ഉണ്ടാവില്ല. അല്ലെങ്കിൽ സ്വന്തം ശരീരം ഈ ഭൂമി വിട്ട് പോയിട്ടും കുപ്രസിദ്ധിയിലൂടെ ആ പേര് പോകുന്നത്, അങ്ങനെ ആക്കിയത് ഈ ഒരു വ്യക്തിയാണ്. ഒരു സൈഡിൽ മോൻ ആ പേരിനെ നന്നാക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഇപ്പുറത്ത് ഭാര്യ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നശിപ്പിക്കാൻ ഇനി ഒന്നുമില്ല, കഴിഞ്ഞു. ഇനി ഒന്നും പ്രത്യേകിച്ച് നശിപ്പിക്കാനില്ല. എനിവേ, ഈ 2-3 കാര്യങ്ങൾ കണ്ടപ്പോൾ എനിക്കൊന്ന് പറയണം തോന്നി. സോ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും കാണണേ, കാരണം അത് കുറച്ചധികം സോഷ്യൽ റെലവൻ്റ് ആയ ഒരു കാര്യമാണ്. നിങ്ങൾക്ക് പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ, പഠിക്കുന്ന മക്കളുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ, വരാൻ പോകുന്ന വീഡിയോ. തീർച്ചയായിട്ടും കാണുക. അവിടെ നിങ്ങളുടെ സപ്പോർട്ട് മാക്സിമം ഉണ്ടാവണം. നമുക്ക് ആ വീഡിയോയുമായിട്ട് തിരിച്ചു വരാം.